വെള്ളുവനാടൻ്റെ ഇന്നത്തെ യാത്ര മലമ്പുഴ കാവേലിക്കാണ്. വലിയ മലനിരകൾ, പിന്നെ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. ഊഞ്ഞാലുകളുണ്ട് ഇവിടെ. സതീഷിൻ്റെ ഹോട്ടലുണ്ട്, സുഭാഷ് ഏട്ടൻ്റെ ഹോട്ടലുണ്ട്. ഭക്ഷണം കഴിക്കാനൊക്കെ സൗകര്യമുള്ളൊരു സ്ഥലമാണ്. കവയാണ് സ്ഥലത്തിൻ്റെ പേര്. അതായത് മലമ്പുഴയിൽ നിന്ന് 9 കിലോമീറ്ററാണ് ഇവിടേക്ക്. മലമ്പുഴ ഗാർഡൻ്റെ അവിടുന്ന് ഒരുപാട് സിനിമ ഷൂട്ടിങ്ങൾ നടന്ന ഒരു സ്ഥലമാണ് കവ. നമുക്ക് സ്വന്തമായിട്ടൊരു ചെറിയൊരു റിസോർട്ടുണ്ട്. അത് കവയിൽ നിന്ന് 9-10 കിലോമീറ്ററാണ്. മയിലാടിപ്പുഴയിലാണ്. അശോക റിസോർട്ട് എന്നാണ് പേര്. പുഴയ്ക്കടുത്താണ്. പുഴയിൽ കുളിക്കാം, ഭക്ഷണം കഴിക്കാം, വിശ്രമിക്കാം, AC റൂമിൽ കടന്നുറങ്ങാം. നല്ല തണുപ്പുണ്ട്. ഡിസംബർ ജനുവരി ഒക്കെ ആയിട്ട് നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മലനിരകളിൽ നിന്ന് മഴ പെയ്തിറങ്ങുന്നത് കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. മഴ ഇങ്ങനെ വന്ന് ഇറങ്ങുന്നത് കാണാം. ടൂറിസ്റ്റുകളോട് പറയാനുള്ളത് കാട്ടിലൂടെ അധികം സഞ്ചരിക്കരുത്. ആനകളുള്ള സ്ഥലമാണ്. ആനകൾ വെള്ളം കുടിക്കാനൊക്കെ വരുന്ന സ്ഥലമാണ്. മൃഗയ ഷൂട്ടിങ്ങൊക്കെ നടന്ന സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പുലികളൊക്കെ ഉള്ള ഏരിയയാണ്. അപ്പോൾ അധികം കാട്ടിലേക്ക് പോകരുത്. പിന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങരുത്. വെള്ളത്തിലിറങ്ങിയ ചതുപ്പ് നിലമാണ്, ചിലപ്പോൾ താണു പോവും. പിന്നെ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. കരിമ്പനയാണ് കവയുടെ ഒരു പ്ലസ് പോയിന്റ്. ടൂറിസ്റ്റുകൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല ടൂറിസ്റ്റുകളാണ്. നല്ല റോഡാണ്. മലമ്പുഴയിൽ നിന്ന് തെക്കേ മലമ്പുഴ വരെയും നല്ല എലിവാല് വരെയൊക്കെ നല്ല അടിപൊളി റോഡാണ്. ഈ റോഡിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ ഭാഗത്തേക്കുള്ള കരണ്ട് റോഡൊക്കെ ഉണ്ടാക്കിയത് തുടക്കം കുറിച്ചത് ശിവദാസ മേനോനാണ്. പിന്നെ കരണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ വന്നു. ഈ റോഡ് രണ്ടാമത് റീടാറിങ്ങും നല്ല റബ്ബറൈസ്ഡ് പോലെയുള്ള റോഡും ആക്കി മാറ്റിയത് അച്യുതാനന്ദ ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് നല്ല റോഡുണ്ട്. ഒരു ഡെസ്റ്റിനേഷന് വേണ്ടത് നല്ല റോഡുകളും സൗകര്യങ്ങളുമാണ്. ആ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കുറച്ചുകൂടി വെള്ളം ഇറങ്ങിപ്പോയാൽ ഇതേപോലെ വേറൊരു ഏരിയ ഉണ്ട്, പൂക്കുണ്ട് പറഞ്ഞ സ്ഥലത്ത്. അവിടെ ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിൻ്റെ അതിലെ ഒരു റോഡും ഒരു ഡെസ്റ്റിനേഷനും ഉണ്ട്. അത് ഞാൻ അടുത്ത ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെയൊക്കെ സുപരിചിതമാണെങ്കിൽ പോലും ഇവിടെയൊക്കെ നല്ല പരിചയമാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നത്. അത് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, വെള്ളുവനാടൻ എന്ന് പറഞ്ഞിട്ട്. നിങ്ങളെല്ലാവരും അതിൽ പങ്കാളികളാവണം. അത് സബ്സ്ക്രൈബ് ചെയ്യണം എന്നാണ് ഒരു അഭ്യർത്ഥന ഉള്ളത്. നല്ലൊരു ഏരിയ, നിങ്ങൾക്കൊരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ്. പിന്നെ നിങ്ങൾക്ക് വന്ന് താമസിക്കണം എന്നുണ്ടെങ്കിൽ അശോക റിസോർട്ടിൽ വരാം. ഇനി അല്ല, ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് എന്ത് സഹായമാണെങ്കിലും എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ ഞാൻ പറയാം: 70 34 35 44 44. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 70 34 35 44 44.
തുടക്കത്തിൻ്റെ ഇതായ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചാനലല്ലേ. അപ്പോൾ ചില ആളുകൾക്കത് വലിയൊരു ഇഷ്ടപ്പെട്ടു എന്നൊന്നും വരില്ല. എന്തായാലും തുടക്കക്കാരനുള്ള ഒരു പ്രയാസമുണ്ട്. ശരിയാവുമെന്ന് വിചാരിക്കാം. നിങ്ങളേവരുടെയും സഹായം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോവാം എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ ആരും മാലിന്യങ്ങൾ ഇട്ടിട്ട് ഈ പുഴയെയും ഈ പ്രകൃതിയെയും നശിപ്പിക്കരുത്. ഇത് മലമ്പുഴയുടെ ജലസ്രോതസ്സും അതുപോലെ പാലക്കാട് ജില്ലക്കാരുടെ മലപ്പുറം ജില്ലയിലടക്കം ഉള്ള പുഴയിലേക്ക് പോകുന്ന വെള്ളവും കുടിവെള്ളവും കൂടിയാണ്. അപ്പോൾ ആരും മാലിന്യങ്ങൾ ഇടരുത്. അത് നിങ്ങൾ കൊണ്ടുവന്ന അതേ വണ്ടിയിൽ തിരിച്ചു കൊണ്ടുപോവുക. എവിടെ നിന്നാണോ കൊണ്ടുവന്നത് വെച്ചാൽ അവിടെ കൊണ്ടുപോയിട്ടത് നശിപ്പിക്കുക. അതാണ് അതിൻ്റെ ഒരു ഭംഗി. ഓക്കെ, വെൽക്കം ടു മലമ്പുഴ. പ്രമോദ് എന്നാണ് പേര്. വള്ളുവനാടൻ എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഫോൺ നമ്പർ 70 34 35 44 44.